മാർക്കസ് റാഷ്ഫോർഡ്, ജേഡൻ സാൻചോ, അലഹാൻഡ്രോ ഗർനാച്ചോ, റാസ്മസ് ഹോയ്ലൻഡ്, ആൻ്റണി, ഇതിനുശേഷം ആന്ദ്രെ ഒനാന. അപ്പം ഇത്രയും ആൾക്കാർ നമ്മുടെ ക്ലബിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. ഇപ്പം നമുക്ക് വേണ്ടാത്ത ഇത്രയും പ്ലെയേഴ്സ്. അപ്പം ആന്ദ്രെ ഒനാന ആണ് ഇതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ. ആന്ദ്രെ ഒനാനയുടെ ഡീല് നോക്കിയാൽ തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ട്രാബ്സോൺ സ്പോറിലോട്ടാണ് ഒനാന പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ സാലറി ഈ ഒരു ക്ലബ്ബ് കവർ ചെയ്യുമെന്നുള്ള ബെനിഫിറ്റ് യുണൈറ്റഡിനുണ്ട്. നമുക്ക് എക്സ്ട്രാ ലോൺ ഫീയും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഒരു യുണൈറ്റഡിലെ സാലറി പ്രകാരം പെർ ഇയർ ആ ഒരു യുണൈറ്റഡിൽ ആന്ദ്രെ ഒനാന ഏൺ ചെയ്യുന്നത് ഏകദേശം 6.2 മില്യൺ പൗണ്ട്സ് ആണ്. അപ്പോൾ ആ ഒരു 6.2 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ലാഭം നമുക്ക് ഉണ്ട്. പക്ഷേ ഒനാനയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒനാന കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോടെ ഈ 2024 ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തും അതുപോലെ തന്നെ ഈ 2025 ഈ റീസെൻ്റ് ആയിട്ട് ക്ലോസ് ആയ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തും യുണൈറ്റഡിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പുതിയ കോൺട്രാക്റ്റ് വേണം, കുറച്ചുകൂടെ സാലറിയിൽ കുറച്ചുകൂടെ ഹൈക്ക് വരുത്തിക്കൊണ്ടുള്ള കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റീസെൻ്റ് ആയിട്ട് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള അത്ലറ്റിക്കിൻ്റെ ലോറി വിത്വലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാശ് പരിപാടി മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ പകുതി മത്സരങ്ങളിൽ തോക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആന്ദ്രെ ഒനാനയാണ്. അപ്പോൾ ഇവൻ നമുക്ക് 6.2 മില്യൺ പൗണ്ട്സ് നമുക്കൊരു അത്രയുമെങ്കിലും ഫൈനാൻഷ്യലി നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ പോകട്ടെ. ഇവൻ്റെ ലെവൽ എന്താണെന്ന് ഇവൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു എന്നാ പറയുന്നത് ഇംഗ്ലണ്ടിലെ 4th ഡിവിഷൻ ടീമിനെതിരെയുള്ള ഇവൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്താണേലും നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇവനെ വിറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ബുക്സിലെ ഇവൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമില്ലാതെ ഒനാനെ നമുക്ക് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽക്കണമായിരുന്നെങ്കിൽ നമുക്ക് കുറഞ്ഞത് 26 മില്യൺ പൗണ്ട്സ് എങ്കിലും നമുക്ക് കാശായിട്ട് കിട്ടണം, ട്രാൻസ്ഫർ ഫീ ആയിട്ട് നമുക്ക് കിട്ടണമായിരുന്നു. പ്ലസ് ഇവൻ്റെ സാലറി ഡിമാൻഡ്സും കൂടെ ആകുമ്പോഴത്തേനും ഒരു ക്ലബ്ബ് പോലും ഇത്രയും പേയ്മെൻറ്റ് നടത്തിയിട്ട് ഇവൻ ഇത്രയും സാലറിയും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ക്ലബ്ബ് പോലും തയ്യാറാകത്തില്ല ഇവൻ്റെ പെർഫോമൻസ് കാണുമ്പോഴത്തേനും. അപ്പോൾ അതിലാണ് നമ്മൾ ശരിക്കും പെട്ടുപോയത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആ ഒരു സെനെ ലാമൻസിൻ്റെ ഡീല് നമ്മൾ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയത് കൊണ്ട് ഇവനെ ലോണിലെങ്കിൽ ലോണിൽ കിട്ടുന്ന ലാഭം മേടിച്ചുകൊണ്ട് ഇവനെ ലോണിൽ വിടാമെന്നുള്ള ആ ഒരു എഗ്രിമെൻറ്റിൽ യുണൈറ്റഡ് എത്തിയിട്ടുള്ളത്. സെനെ ലാമൻസ് ഇവനെ റീപ്ലേസ് ചെയ്ത് യുണൈറ്റഡിൽ വരുമ്പോഴും നമുക്കിപ്പോഴും എന്നാ പറയുന്നത് അത്ര പ്രൂവൺ ആയിട്ടുള്ള സൈനിങ് അല്ല സെനെ ലാമൻസ്. പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളിയുടെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണും. സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് മാത്രം നമുക്കൊരു പ്ലെയറിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ബെൽജിയം ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിൽ വരുമ്പോഴത്തേനും 50-50 ആണ്. സക്സസ് ആകാനും ഫെയിലിയർ ആകാനും 50-50 ചാൻസ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിയുടെ പല കമ്പൈലേഷൻസ് കാണുന്നുണ്ട്. പുള്ളി ഭീകരൻ ഷോർട്ട് സ്റ്റോപ്പിങ് നടത്തുന്ന ക്ലിപ്പുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ഒനാന ആണ് ആ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറേ പുള്ളിയുടെ ബ്ലണ്ടേഴ്സ്, പുള്ളിയുടെ മിസ്റ്റേക്സിൻ്റെ വേറെ ക്ലിപ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെനെ ലാമൻസിൻ്റെ കാര്യത്തിൽ പുള്ളി ഫീൽഡിൽ ഇറങ്ങി പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് വെറും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹൈപ്പ് വെച്ചുകൊണ്ടും പുള്ളിയുടെ ക്ലിപ്സുകൾ, പുള്ളി സേവ് നടത്തുന്ന ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് വെറുതെ ഹൈപ്പ് അടിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ പല സൈനിങ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മൾ വരും മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ചെൽസിക്കെതിരെ സെനെ ലാമൻസിനെ ഇറക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ഗോതയിൽ ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവൻ എന്തായി തീരും, ഇവൻ്റെ ടാലൻറ്റ് എന്താണെന്നുള്ളത് ഗോതയിൽ ഇറങ്ങി നമുക്ക് തീരുമാനിക്കാം. ഏതായാലും ആന്ദ്രെ ഒനാന ക്ലബ്ബ് വിട്ടുപോയി എന്നുള്ളത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം യുണൈറ്റഡിൽ ഒരു കാലത്തും നെഗറ്റിവിറ്റിക്ക് യാതൊരു കുറവുമില്ല. അപ്പം റീസെൻ്റായിട്ട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ വഴി അലഹാൻഡ്രോ ഗർനാച്ചോ ആണ് യുണൈറ്റഡിൽ കൂടുതലായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അലഹാൻഡ്രോ ഗർനാച്ചോ യുണൈറ്റഡിനെ വിട്ടു പോകുന്നു, ആ ഒരു പൊസിഷൻ വേറൊരു മനുഷ്യൻ ടേക്ക് ഓവർ ചെയ്യുന്നു. കോബി മെനുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കോബി മെനുവിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമുക്ക് ഫാൻസിനിടയ്ക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനും ആ ഒരു നെഗറ്റിവിറ്റിക്കും ഒക്കെ ഒരു കാരണമായിട്ടുണ്ട്. അപ്പം
കോബി മെനുവിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് വെച്ചുകൊണ്ട് പുള്ളിയുടെ ആ ഒരു പോസ്റ്റ് ചെയ്യുന്ന പല ഫാൻസും മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോബി മെനു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഹാപ്പി അല്ല. പുള്ളി നമ്മുടെ റൂബൻ അമോറിമിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, പുള്ളിയുടെ എബിലിറ്റിയുടെ കാര്യത്തിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റൂബൻ അമോറിം പുള്ളിയുടെ ഈ രീതിയിൽ പുള്ളി ശ്രമിച്ചിട്ടും റൂബൻ അമോറിം ഒരു രീതിയിലും കൺവിൻസിങ് ആകുന്നില്ല എന്നുള്ള സ്പെക്കുലേഷൻസ് തോന്നിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കോബി മെനു റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോബി മെനുവിൻ്റെ പോസ്റ്റ് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ യുണൈറ്റഡ് ഫാൻ ബേസിൻ്റെ ഏറ്റവും വലിയൊരു ഫാൻ ചാനലായിട്ടുള്ള, ഗ്ലോബലി ഏറ്റവും വലിയൊരു ഫാൻ ചാനലായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റാൻഡിൻ്റെ മാർക്ക് ഗോൾബ്രിഡ്ജ് ഈ ഒരു പോസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് പുള്ളി ഫാൻ ബേസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കോബി മെനുവിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള രീതിയിലൊരു അഭിപ്രായം ഫാൻ ബേസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഗോൾബ്രിഡ്ജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കോബി മെനു സ്ട്രെച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നീ വലിച്ചു നീട്ട, ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കടാ എന്നുള്ള രീതിയിൽ കോബി മെനു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കത് തോന്നിയപ്പോഴത്തേനും ഗോൾബ്രിഡ്ജിനേക്കാളും എനിക്ക് കോബി മെനുവിനോടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് കുറ്റം, എനിക്ക് ആ കോബി മെനുവിൻ്റെ ഭാഗത്താണ് കുറ്റമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം കോബി മെനു അങ്ങനത്തെ പോസ്റ്റ് ഇടേണ്ട യാതൊരു കാര്യമില്ല. അപ്പം അങ്ങനത്തെ പോസ്റ്റ് ഇടുമ്പോഴത്തേനും നമ്മൾ ആരാധകർ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഈ രീതിയിലുള്ള വലിയ ഫാൻ ബേസ് എന്താണെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും. അപ്പം അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന രണ്ട് പോസ്റ്റ് ഇടുന്ന പോലല്ല, നമുക്ക് പല സ്പെക്കുലേഷൻസ് അല്ലെങ്കിൽ നമുക്ക് പലതും റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഫാൻ ബേസ് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ ചെകഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്തും. അപ്പം അതിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും കോബി മെനുവിന് പറയാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെ അജണ്ട എന്ന് വിളിക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല. അതിലും കോബി മെനു ആണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ പോസ്റ്റ് ഇടാതിരിക്കാൻ കോബി മെനു ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് കോബി മെനു ക്ലബിൻ്റെ മുന്നിൽ ചെന്നിട്ട് പുള്ളിക്ക് ഈ സീസണിൽ ലോണിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ബഹളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പോസ്റ്റ് വരുമ്പോൾ ഒബ്വിയസ്ലി ഫാൻസ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫാൻ ചാനൽസ് വന്നിട്ട് ഈ രീതിയിലൊക്കെ കമൻസ് നടത്തും. കൂടാതെ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് കോൾ പാർമർ 3 മൈ ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് പലരും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ മൈ ബോയ് എന്നാണ് കോൾ പാർമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 3 മൈ ബോയിൽ 3 എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ വേണ്ടി 3 മാസമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും പല ഫാൻസും ഒബ്വിയസ്ലി അതിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ രീതിയിലുള്ള കമൻസുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കോബി മെനു ആണെന്ന് കോബി മെനു മനസ്സിലാക്കണം. അപ്പോൾ കോബി മെനു ഈ ഒരു സീസണിൽ ഇവിടെ നിന്നുകൊണ്ട് പുള്ളിക്കൊരു പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് അടുത്ത സീസണിൽ പുള്ളിയെ വിടണം. അല്ലെങ്കിൽ നല്ല ഓഫർ കിട്ടുകയാണെങ്കിൽ കോബി മെനുവിനെ വിറ്റ് കളയണം. പക്ഷേ ഈ രീതിയിലുള്ള നല്ല ടാലൻ്റ് ഉള്ള പ്ലെയറാണ്, നമ്മളത് ടെൻ ഹാഗിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ചാമ്പ്യൻഷിപ്പിൽ ലോണിൽ വിടണം. ചാമ്പ്യൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പുള്ളിയുടെ ഐഡിയൽ പൊസിഷൻ എന്താണെന്ന് പുള്ളിക്ക് കണ്ടെത്തി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻഷിപ്പിലെ പെർഫോമൻസ് പെട്ടെന്ന് നമുക്ക് പ്രീമിയർ ലീഗിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പ്ലെയേഴ്സിനെ യുണൈറ്റഡ് ഇപ്രാവശ്യം ചാമ്പ്യൻഷിപ്പിലോട്ട് ലോണിൽ വിട്ടേക്കുന്നത്. ഗോൾ കീപ്പർ റാഡക് വിട്ടെക്കിനെ ആണെങ്കിലും ഹാരി അമാസിനെ ആണെങ്കിലും ടോബി കോളിയർ ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ അവിടെ പോയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വിട്ടെക്കാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ പ്ലെയർ ഓഫ് ദ മന്ത് എന്നുള്ള ആ ഒരു അവാർഡൊക്കെ ബ്രിസ്റ്റൽ സിറ്റിയിൽ ജയിച്ച് നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം ഈ കോബി മെനുവിന് ഈ ഒരു സീസണിൽ യുണൈറ്റഡിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണേലും ചാമ്പ്യൻഷിപ്പ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവിടെ പോയി പെർഫോം ചെയ്യാൻ വേണ്ടി വിടണം. അപ്പം കോബി മെനുവും പോണക്കത്തെ പ്ലെയേഴ്സ് ഈ രീതിയിൽ ചാമ്പ്യൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ മിഡ്ഫീൽഡ് ഓവർഹോളിൽ 2 വമ്പൻ സൈനിങ്, ബലേബ അതുപോലെ തന്നെ ആഡം വാട്ടൺ. അപ്പോൾ ഈ 2 സൈനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പലരും ചിരിക്കും, ഇത്രയും കാശ് മുടക്കി എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും? നമുക്ക് സൈൻ ചെയ്യാൻ പറ്റണം. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്താണേലും ബ്രൂണോയെ തേടി വീണ്ടും സൗദിയിൽ നിന്ന് ഓഫർ വരും എന്നാണ് കേൾക്കുന്നത്. എന്താണേലും 100 മില്യൺ എബോവ് എന്നുള്ള ആ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുത്ത് ബ്രൂണോയെ വിൽക്കണം. എന്നിട്ട് ഈ 2 സൈനിങ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹോൾ ടീമിനെ, നമ്മുടെ മിഡ്ഫീൽഡിനെയൊക്കെ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഗ്രാബ് ചെയ്യുക, വിൽക്കുക. അപ്പം കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഗർണാച്ചോയ്ക്ക് വേണ്ടി ചെൽസി പേ ചെയ്ത 40 മില്യൺ പൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ ആൻ്റണിക്ക് വേണ്ടി 20 മില്യൺ
കിട്ടിയത് അത് ഓൾറെഡി നമ്മൾ ആ ഒരു സെനെ ലാമൻസിൻ്റെ ഡീലിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം നാപ്പോളിയിലോട്ട് നമ്മുടെ റാസ്മസ് ഹോയിലൻഡ് പോയിരിക്കുന്ന ഏകദേശം 38 മില്യൺ പൗണ്ട്സ് ആണ്. 8 മില്യൺ പൗണ്ട്സ് പ്ലസ് 5 മില്യൺ ആ ഒരു ലോൺ ഫീ, ഏകദേശം 43 മില്യൺ പൗണ്ട്സ്. അപ്പോൾ ആ ഒരു ഡീലും എന്താണേലും നടക്കും. അടുത്ത സീസണിൽ എന്താണേലും നാപ്പോളി ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ആ ഡീലും എന്താണേലും നടക്കും. അപ്പം അങ്ങനെ ആ ഒരു 43 പ്ലസ് 40 ഓൾറെഡി 80-85 മില്യൺ പൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. പ്ലസ് ബ്രൂണോ ഡീൽ നടക്കുക, പിന്നെ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന കാശ്, ഇതെല്ലാം വെച്ചുകൊണ്ട് എന്താണെങ്കിലും സുഖസുന്ദരമായിട്ട് 2 മിഡ്ഫീൽഡ് സൈനിങ് പ്ലസ് ആ ഒരു റൈറ്റ് ബാക്ക് സൈനിങ്, ഈ രീതിയിലുള്ള സൈനിങ് ഒക്കെ നമുക്ക് അടുത്ത സീസണിൽ നടത്താം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് ഈ പ്രോമിസിങ് ടാലൻറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ ഫസ്റ്റ് ടീമറായി ഈ രീതിയിലുള്ള പരീക്ഷണം നടത്തി നമ്മൾ ഫെയിലിയർ ആണ്. നമ്മുടെ സ്കൗട്ടിങ് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിൽ ഇത്രയും പ്രൂവണായിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവരണം, നമ്മൾ സൈൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമുക്ക് വേണ്ട പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി വിടേണ്ട പ്ലെയേഴ്സിനെ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കുറച്ചൊരു നല്ല സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു പ്ലെയറിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിന് റീപ്ലേസ്മെൻറ്റിന് പോകുമ്പോൾ നമുക്ക് ചിലപ്പം അപ്പുറത്ത് നിൽക്കുന്ന വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ടീം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കാശ് മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റാസ്മസ് ഹോയിലൻഡിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ നമ്മൾ കൊണ്ടുവരുന്നു. സെസ്കോയെ കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് റാസ്മസ് ഹോയിലൻഡിനെ ഇവിടുന്ന് അവോയ്ഡ് ചെയ്ത് വിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒനാനയുടെ റീപ്ലേസ്മെൻറ്റ് ഒനാന ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കൊണ്ടുവരുന്നത്, സെനെ ലാമൻസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഒനാനെ ഇവിടുന്ന് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ള സ്ട്രാറ്റജി കുറച്ച് നല്ലതായിട്ട് എനിക്ക് ഈ ഒരു സീസണിൽ തോന്നുന്നുണ്ട്. പ്ലസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻ്റണിയുടെ ഡീലിൻ്റെ കാര്യത്തിൽ നമ്മളെ കുറച്ചൊന്ന് ഒരു ബുദ്ധിമുട്ടിക്കാനും കുറച്ചൊരു എക്സ്ട്രാ കാശ് തട്ടിയെടുക്കാനും ഒക്കെ ആൻ്റണിയുടെ ഏജൻറ്റും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഇനീഷ്യലി റയൽ ബെറ്റിസുമായിട്ടുള്ള ഡീല് എല്ലാം ഡൺ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആൻ്റണിയും റയൽ ബെറ്റിസും ഒക്കെ ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആൻ്റണിക്കും ഏജൻറ്റിനും ഒക്കെ ഒരു 5 മില്യൺ പൗണ്ട്സ് ഇവിടുന്ന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഈ ഒരു യുണൈറ്റഡിലെ ആൻ്റണിയുടെ ഡീല് ക്യാൻസൽ ചെയ്യണമെങ്കിൽ, ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു 5 മില്യൺ പൗണ്ട്സ് കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ നിന്നു. അപ്പം ലാസ്റ്റ് ദിവസമായിട്ടും യുണൈറ്റഡ് പറഞ്ഞു, നീ വേണേ പോയാൽ മതി, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല, 5 മില്യൺ ഏതായാലും തന്നിട്ട് നീ പോകത്തില്ല, ഇവിടെ നിന്ന് ചുമ്മാ അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഗ്യാരണ്ടിൻ്റെ ഏതായാലും സൈഡിൽ മൂലയ്ക്ക് പോയിട്ട് നീ ട്രെയിനിങ് ചെയ്തോ, ഏതായാലും 5 മില്യൺ തന്നിട്ട് ഏതായാലും നിന്നെ വിടത്തില്ല. അപ്പം അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ലാസ്റ്റ് ആൻ്റണിയും റയൽ ബെറ്റിസും കൈ കൊടുത്ത് ആ ഒരു ഡീല് നടത്തിയെടുത്തതൊക്കെ. അപ്പം ആ രീതിയിൽ നമ്മളെ നെഗോഷിയേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന ആൻ്റണി പോണക്കത്തെ ആൾക്കാരെ നല്ല രീതിയിൽ ഡീല് ചെയ്യാൻ ഇവർക്ക് പറ്റി എന്നുള്ളതും ഇതിന് മുന്നേ ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ 2 കാര്യങ്ങൾ കുറച്ച് ഇമ്പ്രസീവായിട്ട് എനിക്ക് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ സ്ട്രാറ്റജിയുടെ കാര്യത്തിലും ആ ഒരു അപ്രോച്ചിൻ്റെ കാര്യത്തിലും ആ ഒരു ടീമിൻ്റെ ഈ ഒരു ഡീൽസ് നെഗോസിയേഷൻസും ഒക്കെ നടത്തുന്ന ടീംസിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ മൗണ്ട് കുണിയാടെയൊക്കെ ഇഞ്ചുറിയൊന്നും അത്ര സീരിയസ് അല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പം 2 പ്ലെയേഴ്സും മാക്സിമം സിറ്റിക്കെതിരെ കാണും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കൺഫർമേഷൻ നമുക്ക് ആ ഒരു മാച്ചിന് മുന്നേ ഉള്ള മോർബിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചന്നമിനും കമൻസായിട്ട് ഇടുക.